Let's cut across live. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു സുപ്രധാനമായ കാര്യത്തിൽ പാർട്ടി ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ശ്രീ വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫോർമാലിറ്റിയും പ്രൊസീജിയറും അനുസരിച്ച് CLP യോഗം കൂടി ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്തു. ഇതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി UDFനെ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 102 അംഗ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമകാലീന ചരിത്രത്തിൽ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും, UDFൻ്റെ സർക്കാർ. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യും. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഞാൻ നിങ്ങൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡൽഹിയിലെ പത്രക്കാർ നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും, തീരുമാനം എന്തായാലും അല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വരെ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസ വഹിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി എന്താ സംശയം? ഞാൻ കോൺഗ്രസ് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. അത് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. അതിനകത്ത് ഗവൺമെൻറ് എല്ലാവിധ പിന്തുണയും കൊടുക്കും. അത് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തുണ്ടാവും. AICCയുടെ മുതിർന്ന പദവിയിലേക്കൊക്കെ വരും എന്ന വാഗ്ദാനം മറ്റോ ഉണ്ടോ? അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, അത്തരം പ്രശ്നങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്. കേരളമായതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപനത്തിൽ മാറുന്നത്. അപ്പോൾ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അത് നേതൃത്വം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാവുക. നേതൃത്വത്തിന് പല പാരാമീറ്റേഴ്സും ഉണ്ടാവും തീരുമാനമെടുക്കാൻ. ആ തീരുമാനമെടുക്കുന്നതനുസരിച്ച് അവരുമാണ് ആ തീരുമാനമെടുത്തു. അല്ല, ആ തീരുമാനം അനുസരിച്ചിട്ട് അവർ തീരുമാനമെടുക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ എടുത്തിരിക്കുന്നത്. അതൊന്നും ഉണ്ടാകാൻ പോണില്ല. കോൺഗ്രസിനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കും പറ്റത്തുമില്ല. അല്ല, അതിപ്പം വേട്ടയാടിനെ ഞാൻ പറയുന്നത് all abide by the High Command's decision, and we will all work together to respect the mandate and give the people of Kerala a fantastic government. പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്ക് ജനങ്ങളും പാർട്ടിയോടൊപ്പം നിൽക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അങ്ങനെ സൈബറിടങ്ങളിലൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. അതിനകത്തെന്താ? അതൊക്കെ തന്നെ കേരളത്തിൽ ഞാൻ ഇന്ന് തുടങ്ങിയതാണോ രാഷ്ട്രീയം? I had started my politics at the grassroots. He was also saying that I had started my politics as a grassroots Congress worker. My loyalty is beyond question. We will all work together to give a good government in Kerala. The High Command has decided, and we will all abide by the High Command's decision. ഇനിയും ആക്രമിക്കട്ടെ. അവർക്ക് ആക്രമിക്കുന്നവർക്ക് അത് സധൈര്യം തുടരാം. പക്ഷെ എൻ്റെ തീരുമാനം വളരെ ക്ലിയർ ആണ്. പാർട്ടിയാണ് വലുത്, ജനങ്ങളാണ് വലുത്. ആ തീരുമാനത്തിനനുസരിച്ച് എൻ്റെ പാർട്ടി
ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. അങ്ങ് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചവരുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ നിരാശയിലാണ്. അവരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അടിയുറച്ച പാർട്ടിക്കാരനാണ്. എനിക്ക് പറയാനുള്ളത് ഈ തീരുമാനം അംഗീകരിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരെല്ലാവരും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് കേരളത്തിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ? ഞാൻ ഞാൻ പറഞ്ഞോ? അല്ല, ഇന്നത്തെ ദിവസമെങ്കിലും അങ്ങനെ ഒന്ന് കുത്തി ചോദിക്കാതെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇത്രയും നിങ്ങൾ കുറേ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ വരും, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റാറില്ല. അതിന്റെ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇത് കണ്ടിട്ട് ചോദിക്കുന്നതേ ഇപ്പൊ BJP ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു, ഈ ലീഗിന്റെ സമ്മർദ്ദം എന്തുകൊണ്ട് വന്നു? അങ്ങനെ സമ്മർദ്ദത്തിന് BJPയുടെ ആക്ഷേപമൊക്കെ വെറുതെ വൃഥാവിലുള്ള ആക്ഷേപം. BJPയുടെ ആക്ഷേപത്തിന് ഞാൻ മറുപടി പറയുന്നത്, അവരെല്ലാ കാലത്തും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന ജോലിയിലേ അവർക്കുള്ളൂ. അവർക്ക് വേറെ എന്താ ആക്ഷേപം ഉണ്ടോ? പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള UDFന്റെ ലീഡർഷിപ്പിന്റെ അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. This matter has been decided by the UDF leadership and the Congress leadership. And it's a categorical decision. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള UDFന്റെ ലീഡർഷിപ്പിന്റെ അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. പിന്നെ നല്ല ചോദ്യം. More of what Mr. K.C. Venugopal is stating is that there is absolutely no infighting in the party. The final decision has been taken by the Congress High Command. High Command decided V.D. Sadishan as the for the UDF. The government under the leadership of V.D. Sadishan can fulfill the aspirations and promises of the people of Kerala. Certainly, we are totally with the government of Kerala. So what discussions were held? What do you like to say? 2 hours meeting was held with Rahul Gandhi, Priyanka Gandhi. They both of them are discussing about the situations and the decision-making process. How they called me and they asked me my opinion, and we are all discussed with that. There were several posters also installed at AICC, NSUS. Supporters wanted you to be the chief minister. Many MLAs wanted you, more than 40 plus. What? No. I'm thanking for the MLAs, party workers, party functionaries for that support they have given to me. But finally party took a decision. As a sincere congressman, we are all behind the party decision. Certainly. So your name was coming up first during the entire race. Why do you think VD was chosen in the end? Okay. So when you will be going to Kerala, sir? So when will you be going to Kerala? No individual. So would you like to thank party high command? For us, Vasudha also joining us here on the broadcast along with Padmaja. Vasudha, coming to you, you heard the words high command at least 14 times during that interaction. But I want to understand from you through your sources, what really transpired in that 2-hour plus meeting between the Gandhis and K.C. Venugopal? I think the 2-hour plus meeting between Rahul Gandhi and K.C. Venugopal had a lot of twists and turns, because till about evening yesterday we were told that Rahul Gandhi is not very happy about the protests that are happening in Kerala, and K.C. Venugopal has also been pushing for his case. Every Congress person that you spoke in Delhi said that K.C. needs to go to Kerala. Also because they had their own interests, they felt that Rahul Gandhi will become far more accessible if K.C. leaves Delhi.